Let's cook Maggie. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ മാഗിയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ചുമ്മാ ഒരു ഫണ്ടിനായിട്ട് ഒന്ന് ക്യാച്ചിനൊക്കെ പിടിച്ചു. ആവശ്യം വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, സവോള. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങിയാലോ? ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ചൂടാക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ നമ്മൾ കടുകിടവേ കടുകിട്ടതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും കൊണ്ടിട്ട് അതിനോട് കുറച്ച് ഉപ്പ് കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം കണ്ടു ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമ്മുടെ ബീൻസ് അരിഞ്ഞു വെച്ചത് ഇടണം. എന്നിട്ട് ബീൻസ് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് കൂടെ ഇടുക, കുറച്ച് ഉപ്പും കൂടെ ഇടുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇപ്പോൾ കാണാൻ തന്നെ എന്താ ഒരു കളർ. ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മൂടി മാറ്റിയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഏകദേശം വഴണ്ടി വരുമ്പോൾ തക്കാളി അങ്ങോട്ട് ഇടുക. അത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആളെ അങ്ങോട്ട് എടുക്കേണ്ടത്. ആരാ? മാഗി. മാഗി അങ്ങോട്ട് എടുക്കുക. അതിന് ശേഷം അങ്ങോട്ട് കട്ട് ചെയ്യുക. ആ പാത്രത്തിൽ അങ്ങോട്ട് ഇടുക. എൻ്റെ സാറേ കഴിക്കാൻ ഒത്തിരിയായിട്ട് പാടില്ല. എന്നിട്ട് നമ്മൾ ആ മസാല പൊടിച്ച മസാല കറക്കി അങ്ങോട്ട് അങ്ങ് ഇടുക. നല്ല രസമല്ലേ കാണാൻ? ഇട്ട് കൊടുത്ത മസാല നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യമായ വെള്ളം ഇതിൽ ആഡ് ചെയ്യണം. ഇവിടെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 2 മാഗിയുടെ ഒരു പീസസ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ്സേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ചു വയ്ക്കുക. പിന്നെ അതിന് ശേഷം ഏകദേശം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാഗിയെല്ലാം ഇങ്ങനെ പീസാക്കിയാണ് വെച്ചിരിക്കുന്നത്. അതങ്ങോട്ട് ഇങ്ങനെ തട്ടുക. ഇങ്ങനെ ഓരോ പീസുകളുടെ ഇരുന്നാണ് നല്ല രസമല്ലേ? അങ്ങനെ മാഗി എല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് ശേഷം നമ്മളിങ്ങനെ ചുമ്മാ ഒരു ക്ലോസപ്പ് ആയിട്ടൊക്കെ അതിൻ്റെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നു. പിന്നെ മൂടി വയ്ക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് വന്നൊന്ന് ഇളക്കി കൊടുക്കണം. കറക്റ്റ് ഒന്ന് വേവായെന്ന് അറിയാൻ വേണ്ടി. അതിനുശേഷം പാത്രം എടുക്കുക. അതാണ് നമ്മുടെ ചൂടോടുള്ള മാഗി അങ്ങോട്ട് സെർവ് ചെയ്യുക. പിന്നെ അങ്ങോട്ട് കഴിക്കുക. കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല. അപ്പോൾ എല്ലാവരും മാഗി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.